രാജ്യത്ത് വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഭരണത്തിലുള്ളൂ. ഒറ്റയ്ക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വെറും 4 സഖ്യകക്ഷി ഭരണത്തിലുള്ളത് വെറും 3. കർണാടക, തെലങ്കാന, ഹിമാചൽ കഴിഞ്ഞാൽ ഇപ്പോൾ കേരളവുമാണ് കോൺഗ്രസ് നയിക്കുന്ന സർക്കാരുകളുള്ളത്. തമിഴ്നാട്, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഭരണത്തിൽ പങ്കാളികളുമാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം പാർട്ടി വലിയ ആഭ്യന്തര പ്രതിസന്ധി നേരിടുന്നു എന്നത് ഹൈക്കമാൻഡിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇവിടെയെല്ലാം പാർട്ടിയിലെ തമ്മിലടി ഭരണം തുലയ്ക്കുമോ എന്ന പേടിയിലാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ. അടുത്തിടെ കർണാടകയിൽ മന്ത്രിസഭാ വികസനം നടന്നപ്പോഴുണ്ടായ പുകയിൽ ആരും മറന്നിട്ടില്ല. ഹിമാചൽ പ്രദേശിലും ഭിന്നത രൂക്ഷമാണ്. രണ്ടിടത്തും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. താരതമ്യേന സുരക്ഷിതമെന്ന് കരുതപ്പെട്ടിരുന്ന സംസ്ഥാനം തെലങ്കാനയായിരുന്നു. പാർട്ടിയിൽ പടലപ്പിണക്കങ്ങൾ പണ്ടേ ഉണ്ടെങ്കിലും അത് വലിയ രീതിയിൽ പുറത്തേക്ക് എത്തിയിരുന്നില്ല, ഒരു പൊട്ടിത്തെറി ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തെലങ്കാന കോൺഗ്രസിലും വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ മുതിർന്ന മന്ത്രി കൊണ്ടാ സുരേഖയുടെ മകൾ സുസ്മിത വെല്ലുവിളിയുമായി രംഗത്തെത്തിയതാണ് കാര്യങ്ങൾ കൈവിടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റിനെ ചൊല്ലിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിയുടെ മകളും തമ്മിലടിക്കുന്നത് എന്നതാണ് രസകരം. മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി നടത്തിയ ഒരു പ്രഖ്യാപനമാണ് സുസ്മിതയെ ചൊടിപ്പിച്ചത്. അടുത്തിടെ പാർക്കൽ നിയമസഭാ മണ്ഡലത്തിലെത്തിയ റെഡ്ഡി നിലവിലെ MLA ആയ രേവൂരി പ്രകാശ് റെഡ്ഡി തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ തന്നെ ഈ MLAക്ക് 74 വയസ്സായി. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും 76 വയസ്സ് കഴിയും. രാഹുൽ ഗാന്ധിയുടെ നിലപാട് നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ യുവാക്കൾക്കും വനിതകൾക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകണം എന്നതാണ്. അപ്പോഴാണ് 2 വർഷത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴേ മുഖ്യമന്ത്രി മുൻപിൻ നോക്കാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഒന്ന് പറഞ്ഞാൽ യാതൊരു ആവശ്യവുമില്ലാത്തൊരു പ്രസ്താവനയെന്ന് വേണം വിലയിരുത്തേണ്ടത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സുസ്മിത ഈ സീറ്റ് നോട്ടമിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് രേവന്തിന്റെ ഈ പ്രഖ്യാപനം വന്നത്. കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബമാണ് സുസ്മിതയുടേത്. അമ്മ മന്ത്രിയാണ്, അച്ഛൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ പാർക്കൽ സീറ്റിലേക്ക് സുസ്മിതയെയാണ് ഇരുവരും ഉയർത്തിക്കാട്ടിയിരുന്നത്. എന്നാൽ അത് നടക്കില്ലെന്ന് വന്നതോടെ സുസ്മിത പൊട്ടിത്തെറിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. പാർട്ടി തനിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തന്നില്ലെങ്കിൽ സ്വതന്ത്രയെ മത്സരിക്കുമെന്ന് സുസ്മിത പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയൊക്കെ വലിയ രീതിയിലുള്ള അഴിമതികൾ താൻ വെളിച്ചത്ത് കൊണ്ടുവരും, തെളിവുകളോടുകൂടി വെളിച്ചത്ത് കൊണ്ടുവരും എന്നും പറയുന്നുണ്ട് സുസ്മിത. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള രേവന്തിന്റെ അധികാരത്തെയും സുസ്മിത ചോദ്യം ചെയ്യുന്നുണ്ട്. തന്റെ പിതാവ് കൊണ്ട മുരളിയുടെയും അമ്മ കൊണ്ട സുരേഖയുടെയും പിന്തുണ കൊണ്ടാണ് 2021 രേവന്ത് തെലങ്കാന കോൺഗ്രസിന്റെ അധ്യക്ഷനായതെന്ന് സുസ്മിത പറയുന്നു. അന്ന് പിതാവിന് MLC സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അധികാരത്തിൽ വന്നതോടെ രേവന്ത് TDPയിൽ നിന്നും BRSൽ നിന്നും കോൺഗ്രസിൽ എത്തുന്നവർക്കാണ് പരിഗണന നൽകുന്നത്. കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന നേതാക്കളെ തഴയുന്നു എന്നൊക്കെ സുസ്മിത ആരോപിക്കുന്നുണ്ട്. അതിൽ കാര്യം ഇല്ലാതെയുമില്ല. കാരണം പാർട്ടിയിൽ പലരും രേവന്തിനെതിരെ ഉയർത്തുന്ന ആരോപണമാണിത്. രേവന്തിന്റെ ഈ നിലപാടിന് മറ്റൊരു പശ്ചാത്തലവുമുണ്ട്. 2017 മാത്രമാണ് രേവന്ത് റെഡ്ഡി കോൺഗ്രസിലേക്ക് എത്തുന്നത്. ABVPയിലൂടെയായിരുന്നു സംഘടനാ പ്രവർത്തനത്തിന്റെ തുടക്കം. 2007 TDPയിലെത്തി. അന്ന് അവിഭക്ത ആന്ധ്രാപ്രദേശാണ്. TDPയിൽ നിന്ന് 2009 ആന്ധ്ര MLA ആയി. 2014 തെലങ്കാന നിയമസഭയിലേക്ക് TDP ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച് അവിടെ TDPയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി. ആ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെയാണ് 2017 രേവന്ത് റെഡ്ഡി കോൺഗ്രസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പഴയ TDP സ്നേഹം ഇപ്പോഴും രേവന്ത് വെച്ചു പുലർത്തുന്നു എന്ന പാർട്ടി വിമർശനം പരസ്യമായ രഹസ്യമാണ്. എന്തായാലും ഇത് ആദ്യമായല്ല ഈ സുസ്മിത രേവന്ത് യുദ്ധം സംസ്ഥാനത്ത് നടക്കുന്നത്. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ സുസ്മിത ഉയർത്തിയത് വലിയ വിവാദമായിരുന്നു. തൻ്റെ കുടുംബം ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പെട്ട കുടുംബമായതുകൊണ്ട് മുഖ്യമന്ത്രി തങ്ങളെ ദ്രോഹിക്കുന്നു എന്നാണ് സുസ്മിത എന്ന് പറഞ്ഞത്. പിന്നീട് അത് വിവാദമായതോടുകൂടി അമ്മ സുരേഖ മാപ്പ് പറഞ്ഞാണ് ആ പ്രശ്നം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തെ പാർട്ടി പോരിൽ രേവന്തിന്റെ എതിർപക്ഷത്താണ് മന്ത്രി കൂടിയായ സുരേഖ. അതുകൊണ്ട് തന്നെയാണ് മകൾക്ക് വേണ്ടി നോട്ടമിട്ടിരിക്കുന്ന സീറ്റിൽ ഒരു മുഴം മുന്നേ രേവന്ത് എറിഞ്ഞത് എന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. എന്തായാലും സുസ്മിതയുടെ പുതിയ വെല്ലുവിളിയിൽ സംസ്ഥാന നേതൃത്വം കർശന നടപടിക്ക് ഒരുങ്ങുകയാണ്. സുസ്മിതയുടെ പ്രസ്താവനയിൽ സുരേഖയ്ക്ക് പാർട്ടി അച്ചടക്ക സമിതി അധ്യക്ഷൻ നോട്ടീസ് നൽകി കഴിഞ്ഞു. 3 ദിവസത്തിനകം മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. താൻ നടത്തിയത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണെന്ന് സുസ്മിത പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് പാർട്ടി മുഖവിലേക്ക് എടുക്കുന്നില്ല. ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർഗ, മുതിർന്ന നേതാവ് ഉത്തം കുമാർ, കൊണ്ട സുരേഖ ഉൾപ്പെടെയുള്ള തലമുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ സംസ്ഥാനത്ത് പാർട്ടിയിൽ പടയൊരുക്കം നടക്കുന്നത്. ഇതോടെ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത പ്രതിസന്ധിയിലാണ്. വിഭാഗീയത അടിച്ചമർത്താൻ ഇനി രാഹുൽ ഗാന്ധി കർശന നടപടി സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്.